ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകട്ടെ. ഞാൻ അതിനെയും കൂടിയിട്ടാണ് പോണേ. ഞങ്ങളുടെ എംആറിൽ ഞങ്ങളുടെ കൂടെ 10th പഠിച്ചിരുന്ന രഞ്ജിതയുടെ കല്യാണത്തിനാട്ടോ പോണത്. ഞാൻ തൃത്തല്ലൂരിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ അതിനെ പിക്ക് ചെയ്യാൻ വന്നിട്ട് അതിനാണ് എല്ലാ സ്ഥലത്തേക്കും ഞാൻ ചാവക്കാട് നിന്ന സമയത്തൊക്കെ കൊണ്ടുവരുന്നതൊക്കെ. അവൾക്ക് ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നല്ല, ആളിപ്പോൾ വർക്കിംഗ് ആണ്. കുറച്ച് ടൈം ലീവൊക്കെ എടുത്തിട്ട് വന്നതാട്ടോ. അപ്പോൾ ഞങ്ങളാണ് ആ സമയത്തൊക്കെ ഫുൾ പോയിരുന്നത്. അങ്ങനെ അവിടെ എത്തി കുറച്ച് പട്ടിഷമൊക്കെയാണ് നടത്തി, വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പിന്നത്തെ ചേട്ടൻ നമ്മൾ നോക്കി കളിയൊക്കെ ഉണ്ടാവിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ പിന്നെ ചെക്കനും പെണ്ണും കാണില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ സദ്യ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നതാണോണ്ട് എന്നറിയില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 വട്ടം ചോറും പായസമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ ഒരു അമ്പലം അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലാണ് അവൾ വർക്ക് ചെയ്യണത്. അപ്പോൾ അവൾക്ക് ഡെയിലി സദ്യയും കാര്യങ്ങളൊക്കെ ആവട്ടെ. പക്ഷെ നമ്മളിത് കുറച്ചായല്ലോ കഴിച്ചിട്ട്. അപ്പോൾ പറഞ്ഞങ്ങോട്ട് കഴിച്ചു, പായസവും പപ്പടമൊക്കെ കൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്ഷീണം മാറ്റാൻ വന്നിരിക്കുമ്പോൾ ഏകദേശം ചെക്കനും പെണ്ണൊക്കെ വരുന്ന ടൈമായി ഉണ്ടായിരുന്നു. അവർ സ്റ്റേജിൽ ഇതൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചോറുണ്ട് മത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേറെ എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ. അപ്പോൾ അവളൊക്കെ താല എടുക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ നേരത്തോടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവർ ഏകദേശം കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ ചെക്കനും പെണ്ണൊക്കെ വന്നു, താലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രഞ്ജുവിനെ സാരി ഒരു കല്യാണ പെണ്ണിൻ്റെ വേഷത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആളിങ്ങനെ ലുക്കിൽ അങ്ങനെ നടക്കാറില്ല. ഐ മീൻ ഫുള്ളാളെ കാണുമ്പോൾ ഷർട്ട്, ജീൻസ് അല്ലെങ്കിൽ ടീഷർട്ട്, പാൻസ് അങ്ങനത്തെ ഒരു ഇതിലാട്ടോ വരാറ്. അങ്ങനെ പിന്നെ അവർ റൊമാൻറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾ അവരെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങിയിട്ട്, കാരണം അതിനെ കുറച്ച് സമയം ചോദിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണ വിശേഷമൊക്കെ പറഞ്ഞിട്ട് വേഗം പോകാൻ. അതിലേക്കാണെങ്കിൽ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെക്കനും പെണ്ണും എത്താൻ ലേറ്റായി, കാരണം കുറച്ചധികം ലേറ്റായി. അത് കാരണം ഭയങ്കര സ്പീഡിലാണ് കേട്ടോ അവൾ പോകണ്ടായിരുന്നത്, ടൈമില്ലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് എത്തില്ല. ഇനി കുറച്ച് മുന്നേറ്റ് അവൾ എന്നെ ഇറക്കിയിട്ട്, ഞാൻ പറയുന്നതാണ് ഞാനിവിടെ ഇറങ്ങാമെന്ന്, കാരണം ജോലിയിൽ നിന്ന് വന്നതാണല്ലോ. അങ്ങനെ പിന്നെ ഇറക്കിയതിന് ശേഷം കുറേ നേരം സംസാരിച്ച്, അവൾ അങ്ങോട്ടും പോകണില്ല, ഞാൻ ഇങ്ങോട്ടും പോകണില്ല കേട്ടോ. സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ആൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ട് പിള്ളേരെ 2 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടൂസ് സ്കൂളിൽ നിന്ന് ടൂർ പോയിക്കായിരുന്നു. കൊച്ചാപ്പിന് സാധാരണ അമ്മയുടെ അടുത്ത് അമ്മയും ഇതുണ്ടായിരുന്നു, ബോട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആക്കിയിട്ടാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരിട്ടാ.